അങ്ങനെ ധർമ്മശാലയിലെ കറക്കം കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹൌസി എന്ന് പറഞ്ഞ, അതായത് പിന്നെ ഹിമാചൽ പ്രദേശ് തന്നെയുള്ള വേറൊരു ഹിൽ സ്റ്റേഷനായ ഡൽഹൌസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. മെയിൻ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി നമ്മൾ 50 കിലോമീറ്ററിന് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ പാഴാക്കിയ ആ ചളി നിറഞ്ഞ കല്ല് വീണ, പാറക്കെട്ട് വീണ അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മളിന്ന് തിരിച്ച് ഡൽഹൌസിയിലേക്കും പോണത് എന്നുള്ളതാണ് ഇപ്പോഴാണ് നമ്മൾ അത് മനസ്സിലായത്. കാരണം ഈ വഴി എവിടെയോ കണ്ടിട്ടുള്ളല്ലോ എന്ന്, കാരണം അന്ന് രാത്രി ആയതുകൊണ്ട് വഴി മനസ്സിലാവില്ലല്ലോ. അപ്പം 1-2 തൂക്കുപാലൊക്കെ കടന്നപ്പോഴാണ് മനസ്സിലായത് ഈ വഴി എവിടെയോ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വഴി തന്നെയാണ് നമ്മളിപ്പോൾ ആ വഴി സ്റ്റാർട്ടിംഗ് ആണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം എന്തായാലും ഇന്ന് രാത്രി മട്ടൻ കറങ്ങുന്ന ഉറപ്പായി. മിക്കവാറും ഇന്ന് രാത്രി ഉറക്കം പോകും. ഇന്ന് രാത്രി ഇപ്പോൾ ഈ ഒരു, അത് 50 കിലോമീറ്റർ ആണ്, ഇതൊരു 100 കിലോമീറ്റർ ഉണ്ട്. ഈ ചളി നിറഞ്ഞ് 50 കിലോമീറ്റർ വഴി താണ്ടിയിട്ട് വേണം 50 കിലോമീറ്റർ പിന്നെ അങ്ങോട്ട് പോകാൻ. അവിടുന്ന് വേണം നമുക്ക് ജമ്മുവിലേക്ക് പോകാൻ, കാശ്മീരിലേക്ക് പോകാൻ. ഓക്കെ, അപ്പം ഇന്ന് മിക്കവാറും രാത്രി പോസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് എനർജിക്ക് വേണ്ടി 2 ഡബിൾ ഓംലെറ്റ് ചേട്ടൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡബിൾ ഓംലെറ്റ് അടിച്ചിട്ട് നേരെ, അത് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ രാജാവും ഞാനും റിസ്ക് ഏറ്റെടുത്ത് ചലഞ്ചായിട്ട് മുന്നോട്ട് പോവാണ്. അതെ, ഇന്നലത്തെ ചലഞ്ചിന് ശേഷം ഇന്ന് രാത്രിയിലെ അടിപൊളി ചലഞ്ച്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ ഒരു നമ്പറെല്ലാം വാങ്ങി വെച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ അളിയൻ മെസ്സേജാണ്, കൈസാഹോ കിതറഹേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലെ മറ്റേ ഒരുത്തല്ലേന്ന് അവിടെ ഇങ്ങനെ മറ്റേ ചോപ്പ് ഇതിങ്ങനെ വീശിയെന്നല്ലോ, റെഡ് ഒരു പയ്യൻ. മിക്കവാറും ആ പയ്യനെന്ന് ഞാൻ കണ്ടുമുട്ടും. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും ഇത്രയൊക്കെ മെസ്സേജ് എന്തിനും റീപ്ലൈ ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ അവനൊക്കെ ഒന്ന് എന്താ പറയുക, തോളിക്കായിട്ട് കമ്പനി അടിച്ച് ചളിയിലൂടെ ഒക്കെ ഒന്ന്. പിന്നെ രാജാവ് ഷൂ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാജാവിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്നലത്തെ ചളിയെല്ലാം കൂടി ബൈക്കുമ്മലെ ചളിയും ഇന്നത്തെ ചളി. ഇത് ബൈക്കുമ്മലെ ചളി ഇന്ന് കളഞ്ഞ്, അതേപോലെ ചെരുപ്പിലെ ചളിയെല്ലാം ഇന്ന് ബാത്റൂമിൽ ഇരുന്ന് വരുത്തി കളഞ്ഞ്. നമ്മളെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഡൽഹൌസി അല്ലേ, അവിടെ നേരെ ഡൽഹൌസിക്കാണ്ട് പോയാൽ മതിയല്ലേ, ഇനി അവിടെ ചളിയും ഒന്നും ഉണ്ടാവില്ല. അത് തിരിച്ച് അതേ നരകത്തിൽ തന്നെയാണ് നമ്മൾ വന്ന് പെട്ടത്. അപ്പം എന്തായാലും നമ്മളെ ത്രില്ലിങ് ആയിട്ട് എടുക്കണം. ഇനി നോക്കാം നമ്മൾ എന്താ. അപ്പം എന്തായാലും ഇരുട്ടുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് അത് കടന്നു കിട്ടിയാൽ മതി. ഇപ്പം ഏതൊരു സമയം 6:05. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി, അപ്പം സംഗതി ഓംലെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഓംലെറ്റാണ്. ഓംലെറ്റും ചായയും എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അടുത്തൊരു അപ്പൂപ്പനൊക്കെ ഇരിക്കുന്നുണ്ട്. വേണ്ട, അടിപൊളി നല്ല ടേസ്റ്റി സാധനമാണ്. കൊള്ളാം. ഡബിൾ ഓംലെറ്റാണ്, പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ഓംലെറ്റ് എല്ലാം കഴിച്ച് കയറി ഇനിയിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്ത് ഒരു കസേരയുണ്ട് കേട്ടോ, ഉള്ളിലാണെങ്കിൽ 2 ബെഞ്ചുണ്ട്. അപ്പോൾ നമ്മുടെ രാജാവ് പുറത്തെ കസേരയിൽ ഇരുന്ന്, ഞാനാണ് ഉള്ളിൽ ബെഞ്ചിലിരുന്ന് ഓംലെറ്റ് ഓർഡർ ചെയ്ത്. രാജാവാണ് ഓംലെറ്റും ചായ ഓർഡർ ചെയ്ത്. രാജാവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രെഡും ഓംലെറ്റാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, 2 അപ്പൂപ്പന്മാരിങ്ങനെ വന്നിട്ട് ആദ്യം പുറത്തിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിന്നു. പിന്നെ അടുക്കള വഴിക്ക് ഇവിടെ ഇങ്ങനെ കയറുന്ന പോലെ ബാക്കിലൂടെ കയറിയിട്ട് അടുത്തിരുന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 4 ചായ പറയുമായിരിക്കും, മീൻസ് അവരുടെ ചായ കൊണ്ട് കൂട്ടി 4 ചായ ഉണ്ടാക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. നോക്കുമ്പം ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓംലെറ്റും പിന്നെ എനിക്ക് രാജാവുള്ള ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മീൻസ് ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ ജവാൻ്റെ കുപ്പിയില്ലേ, അമ്മ അതിലൊരു കുപ്പി
അടിയിൽ നിന്ന് എടുത്തിട്ട് രണ്ടാൾക്കും കട്ടിക്ക് ഓരോണ്ണം അഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഏത് പെട്ടിക്കടയിലും സാധനം ഇതേപോലെ വന്നിരുന്നിട്ട് ചായ കുടിക്കണമാതിരി കുടിക്കാം. ഇല്ലീഗലായിരിക്കും, പക്ഷെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ ഡൽഹിയിലും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫ്രൂട്ട്സിൻ്റെ കടയിൽ നമ്മൾ പോയി ജ്യൂസിന് ഓർഡർ ചെയ്താൽ ഇവർ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെന്താണ് ഈ പ്രായമായ തള്ളകളൊക്കെ വന്നിട്ട് ജ്യൂസ് ഇങ്ങനെ മോന്തി കുടിക്കണത്. അപ്പോൾ സംഭവം എന്താണ്, ആ ജ്യൂസിൽ ഒരു കുപ്പിയാണ്ട് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 30 60 90 എന്താ വെച്ചാൽ മിക്സ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ബിയർ പോലും ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളം വിട്ടാൽ സംഗതികളൊക്കെ മൊത്തം തമാശയാണ്. പിന്നെ ഇന്നലത്തെ ഞാൻ പറഞ്ഞ മറ്റേ ദിവ്യ സസ്യത്തെ പറ്റി, അതിവിടെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ പറമ്പിലും റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല കാട് പോലെ വളരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഹിമാചലിലെ ഓരോരോ തമാശകൾ. ഇനിയിപ്പോൾ കാശ്മീരിലേക്ക് കടന്നാൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്തോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ആ ചളി നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് കൂടുതൽ വരേണ്ടി വന്നില്ല. കാരണം കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ വേറെ അത് ഡൈവേർട്ടായി പോയി പിന്നെ വഴി. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നോക്കണ്ട അടിച്ചോട്ടെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ വഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു 3 ചുരം ഓൾറെഡി കയറി. ഓക്കെ, ഇത് 3ാമത്തെ ചുരം അല്ലേ? 3ാമത്തെ ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഫുൾ എന്താ പറയുക, നല്ല ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പോൾ ഫുള്ള് ഏതോ പിന്നെ ടൈമിലെന്തോ നന്നായിട്ട് മണ്ണെല്ലാം ഇടിഞ്ഞിട്ട് നന്നായിട്ട് പ്രശ്നം പറ്റിയിട്ടുള്ള സ്ഥലം തോന്നുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ള് ഇപ്പോൾ വണ്ടിയെല്ലാം ഫുള്ള് ബ്ലോക്കാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് കണ്ടോ, അതുപോലെ തന്നെ ഈ സൈഡ് കണ്ടോ, ഇത് നല്ല കൊക്കയാണ്. ഇവിടെ ശരിക്കും ഒരു കൈവരി പോലും ഇല്ല കണ്ടോ. ഇങ്ങനത്തെ ഒരു കമ്പി ചുമ്മാ ഇങ്ങനെ നാട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, എല്ലാം പണി നടക്കുന്നതുകൊണ്ട് ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെയാണ്. അതുപോലെ റോഡൊന്നുമില്ല. ആക്ച്വലി കാണിച്ചു തരാം. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. എല്ലാം മാന്തി ഇട്ടിട്ട് കണ്ടോ. ഇതപ്പുറത്തേക്ക് നല്ല അഗാധമായ താഴ്ചയാണ് കണ്ടോ. വണ്ടികളെല്ലാം കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് ആരൊക്കെയോ ഹോൺ അടിക്കുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പണി നടക്കുമ്പോൾ പിന്നെ നമ്മൾ എത്ര അക്ഷമ കാണിച്ചിട്ടും കാര്യമില്ല. ആ ലൈറ്റ് പോലെ കാണുന്നതൊക്കെ താഴ്വാരാണ്, എന്നുവെച്ചാൽ അടുത്ത കുന്നും കാര്യങ്ങളൊക്കെയാണ്. രാത്രി ആയതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ.
ഡാൽഹൗസിയിലേക്ക് ഇനി 25 കിലോമീറ്ററും കൂടിയുണ്ട്. ഏകദേശം 5 ചുരം കയറി നമ്മൾ. ഭയങ്കര ഡേഞ്ചർ അല്ലെങ്കിൽ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു റൂട്ട് തന്നെയായിരുന്നു. ഒന്നാമത്തെ ഈ സംഭവം എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഒരു സൈഡെല്ലാം പൊളിഞ്ഞ് വീണ് പിന്നെ താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ചുരങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഓൾമോസ്റ്റ് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ ഭക്ഷണം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു കട കണ്ടപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ടയും ചില്ലി ചിക്കനും. രാജാവൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. രാജാവ് ഈസ് ഓൺ ഡയറ്റ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ എൻ്റെ ഗ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരും അടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് കൈ നല്ല തണുക്കുന്നുണ്ട്. കൈ തണുത്താൽ പിന്നെ ബോഡി മൊത്തം തണുക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം റൂം തപ്പണം. ഒന്ന് നന്നായിട്ട് ഉറങ്ങണം. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ ഇന്നാണെങ്കിൽ രാവിലെ കുറച്ച് നേരമല്ലേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡള്ളാണ്. കിടന്നുറങ്ങണം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മളെ ചിക്കൻ ചില്ലി വന്നിട്ടുണ്ട്. സോ കട്ട വെയിറ്റിംഗ് ഫോർ പൊറാട്ട. പൊറാട്ട എന്ന് വെച്ചാൽ നമ്മളെ പൊറാട്ട ആയിരിക്കില്ല. അത്യാവശ്യം എണ്ണയും നെയ്യിൽ പൊരിച്ച എന്തെങ്കിലും സാധനമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം ചിക്കൻ ചില്ലി ടേസ്റ്റ് ചെയ്ത് നോക്കാം എപ്പടി ഇരിക്കുന്നു. കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ല. ഏകദേശം നല്ലൊരു സാധനം കേട്ടോ. ഓവറായിട്ട് നല്ലതെന്നും പറയാനില്ല, ഒത്തിരി ബാഡൊന്നും പറയാനില്ല. പൊറോട്ട വന്നിട്ടുണ്ട്. ഇവിടുത്തെ പൊറോട്ട നമ്മളെ പൊറോട്ട തമ്മിലുള്ള വ്യത്യാസം വേണ്ട. ഏകദേശം പൂരി കോണ് ഷേപ്പിൽ മുക്കി പൊരിച്ച പോലെ ഉണ്ടാവും. ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ പ്ലെയിൻ പൊറോട്ട. നമ്മളെ പൊറോട്ടൻ്റെ മൈദ അല്ല, ഇത് ആട്ടയാണ്. ചപ്പാത്തി മടക്കിയിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ച്. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും ചിക്കനിൽ കൂട്ടി തിന്നുമ്പോൾ എന്നാണൊരു പ്രതീക്ഷ. നമുക്കൊന്ന് പാക്കലാം. കഴുത്തിൻ്റെ കഷ്ണം പിടിച്ച. പിന്നെ എണ്ണൻ്റെ കാര്യത്തിൽ എവിടെ പോയാലും ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല. എണ്ണ താഴെ ഇങ്ങനെ ആറാടുകയാണ്. ഇങ്ങനെ എടുത്തിട്ടൊന്ന് നോക്കാം. അടിപൊളി, ഡീസൻ്റ് സംഭവം, ഇഷ്ടമായി. അപ്പോൾ ശരി, നമുക്ക് കഴിച്ചിട്ട് കാണാം.
സമയം ഇപ്പം 11 മണിയായി. നമ്മളിപ്പോൾ റൂമിൽ എത്തി. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ചുരം തന്നെ ചുരം. കയറി ഏകദേശം ഒരു 5 ചുരം കയറിയിട്ടുണ്ടാവും. 5 മച്ചാനെ, അതിന് മേലുണ്ടല്ലേ. അത്യാവശ്യം നല്ല ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുതന്നെ ഉള്ളായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു കയറ്റം കയറി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനും മറ്റേ കടകളും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നല്ലോ, പിന്നെയും തുടങ്ങും, പിന്നെയും ഇത് തന്നെ. അങ്ങനെ ഒരു വിധം 120 എത്ര കിലോമീറ്റർ ആയിരുന്നു അവിടെ നിന്ന് ഫസ്റ്റ് കാണിച്ചിരുന്നത്? 119 കിലോമീറ്റർ. ഏകദേശം ഫസ്റ്റ് 50 കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങി. അത് ഒന്നും പറയാനില്ല, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഒന്നും വേറൊരു പരിപാടിയില്ല, നേരെ ബെഡിലേക്ക് ചായയാണ്. ബാക്കിയെല്ലാം നാളെ പടിപടിയായിട്ട് 2 സ്ഥലങ്ങൾ ഇവിടെ ചിലപ്പോൾ മീറ്റ് ചെയ്യാനുണ്ടാവും. ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ മിക്കവാറും നാളെ റൂം എക്സ്റ്റെൻഡ് ചെയ്യും, ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ജമ്മുവിലേക്ക് പോകുകയാണെങ്കിൽ രാവിലെ ഇറങ്ങിയിട്ട് പോകണം. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു റൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റിയൊക്കെ നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പം കിടന്നുറങ്ങണം. ബൈ. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ 8 മണിക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് കിടന്നുറങ്ങി. ഇന്നലത്തെ ഉറക്കത്തിന് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ സമയം 9:45 രാവിലെ നമ്മളെ റൂം സർവീസ് ഒരു ചായ എല്ലാം ഇട്ട് തന്നു. അത് കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. അയ്യോ, എന്താ രാജാവ് ആരോട് സംസാരിക്കണം? അതിന് ഇങ്ങോട്ടോ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ നോക്കണം. കിട്ടില്ല വ്യൂ ആണ് കണ്ടോ. താഴെ വീടുകൾ വേണ്ട, പാടങ്ങളുണ്ട്. മേലേക്ക് ഏകദേശം മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. സൂപ്പർ വ്യൂ അല്ലേ? ഇവിടെ മൊത്തം അങ്ങനെ തന്നെയാണ്. സ്ഥലത്തിൻ്റെ പേര് മറന്നിട്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കണം, എന്നാലേ പേര് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ഇവിടെ 1-2 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം. ഇന്നും ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. നാളെ രാവിലെ ആയിരിക്കും നമ്മൾ ജമ്മുവിലേക്ക്, കാശ്മീരിലേക്ക് പോണത്. ജമ്മു വേറെ കാശ്മീർ വേറെ, പക്ഷേ ജമ്മുവിലേക്ക് നമ്മൾ ഫസ്റ്റ് പോണത്. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജമ്മു നിന്നായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ഡൽഹൗസി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡൽഹൗസി നമ്മൾ ഇവിടുന്ന് പിന്നെയും മറന്നല്ലോ, ധർമ്മശാലയിലാണ് നമ്മൾ ഫസ്റ്റ്. ധർമ്മശാല ഹിൽ സ്റ്റേഷനാണ്. ആ ധർമ്മശാല ഹിൽ സ്റ്റേഷനിൽ നിന്നാണ് പിന്നെ നമ്മൾ ഡൽഹൗസി ഹിൽ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 119 കിലോമീറ്റർ അവിടെ നിന്ന് നമ്മൾ വന്നിരുന്നു. അപ്പോൾ ഇന്ന് വന്ന കഥയൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ റൂം എടുത്തത് നല്ല അടിപൊളി റൂം സർവീസാണ്, നല്ല അടിപൊളി റൂമാണ്. അടിപൊളി റൂം എന്ന് പറഞ്ഞാൽ ഒരു ക്യൂൻ ബെഡ് ഉണ്ട്, പിന്നെ എന്താ പറയുക ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാം ഉണ്ട്. വെറും 600 രൂപയേ റൂമിനുള്ളൂ. അപ്പം നമ്മൾ ഈ റൂമെല്ലാം എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ റൂം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പോർഷാണ്, ഭയങ്കര ഇതാണ്. ഇതൊക്കെയാണ് സംഭവം. 600 രൂപയ്ക്ക് റൂം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്നും കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതോ വരുന്നു, ജസ്റ്റ് ഒന്ന് പേടിച്ച് പട്ടി നേരെ ഇങ്ങോട്ട് കയറി. ഓക്കെ, ഒരു കടി പ്രതീക്ഷയായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞു നിർത്തി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പോകുന്ന ട്രക്കിംഗ് ഉണ്ട്. ഒരു 2 മണിക്കൂർ ഇങ്ങനെ മലൻ്റെ മേലേക്കാണ് നടന്നു പോവുക. പിന്നെ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ തിരിച്ച് 2 മണിക്കൂർ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുക. അങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം
അതിന് മുന്നോട്ടായിട്ട് ഫുഡ് അടിക്കണം, എന്നിട്ട് ഇങ്ങനെ കറങ്ങണം. വേറൊരു പരിപാടി ഇന്നില്ല. നാളെ രാവിലെയാണ് നമ്മളെ മെയിൻ പരിപാടി ഉള്ളത്. അതൊക്കെ പിന്നെ പറയാം. ഓക്കെ. Since my hair got cut and dyed, and I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh is just as soft as yours, smiling just as wide. He could be what I like. 7 days, 7 nights since my hair got cut and dyed, and I've had 7 days since I tried to rip a chapter. പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു തട്ടുകട സെറ്റപ്പിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും. നമ്മളെ പുറത്തുള്ള ആളുകൾ അറിയാം. വിലയ്ക്കും പറയാൻ അപ്പം നമ്മൾ നല്ല ആവി പറക്കണ ചിക്കൻ കറിയും നല്ല ചൂടുള്ള ലൈവ് ചപ്പാത്തിയും ഉണ്ടാകും. കുറച്ച് ഉള്ളിയും അവിടെ കുറച്ച് പച്ചമുളകൊക്കെ ഇരിക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ അതേ ഒരു ഗ്രേവി ആയിട്ട് തോന്നുന്നുണ്ട്. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, നോക്കാം. ആദ്യം ഒരു മുളക് അടിക്കാം. എരിവുള്ളല്ല, അടിപൊളി. മറ്റേ എരിവില്ലാത്ത മുളകാണ്. കുറച്ച് കഴിയുമ്പോൾ പോകുന്ന വഴി മനസ്സിലായിക്കോളും. ശരിയാണ്. മുളകിൻ്റെ താഴേക്ക് എത്തുമ്പോഴേക്കും നല്ല കഞ്ചി നല്ല ചൂടോടെ ചപ്പാത്തി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പൊളി. കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ഗ്രേവി, തിക്നെസ് കുറവാണെങ്കിലും സൂപ്പർ സാധനം. പൊടി ഫുഡാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. ഈ തട്ടുകടയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല സൂപ്പർ. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമ്പോണ്ടല്ലോ കൈ കൊണ്ട് മരവിക്കണം. അതുകൊണ്ട് തന്നെ ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്നും കഴുകിയിട്ടില്ല. എപ്പോഴും സോപ്പ് അതൊക്കെ കയ്യിലുണ്ട്. വേറെ നിവൃത്തിയില്ല. മരവിക്കുന്ന നല്ല മരവിക്കണം കൈ. എന്നാൽ വെള്ളം തട്ടുമ്പോൾ ചുകക്കണം. അത്രയും തണുപ്പാണ്. ഇപ്പം സമയം ഉച്ചക്ക് 1:30 സമയം. പക്ഷെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്ലൗസ് ബൈക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്നലെ അവിടെ ഹെൽമെറ്റിൻ്റെ കൂടെ വെച്ച് സാധനം ഗ്ലൗസ് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇനി പുതിയ ഗ്ലൗസ് വാങ്ങണം. കാരണം ഗ്ലൗസ് ഇല്ലാതെ നടക്കില്ല. കൈ മരവിച്ചിട്ടേ. പിന്നെ റൈഡ് ചെയ്യുമ്പോഴും തണുപ്പടിക്കുമ്പം പണിയാണ്. അപ്പം ഇവിടെ ഒരു മാർക്കറ്റിന് ടിബറ്റിൻ്റെ ഗ്ലൗസ് കിട്ടുമോ എന്ന് നോക്കട്ടെ. നമ്മൾ നോക്കുകയാണ് ഗ്ലൗസിൻ്റെ കട ഉണ്ടോ എന്നുള്ളത്. ശരിക്കും റൈഡ് ചെയ്യണ എൻ്റെ ഗ്ലൗസ് കിട്ടണം. അതാകുമ്പോൾ സേഫ്റ്റിയാണ്. പക്ഷെ ഇവിടെ കിട്ടുന്നൊന്നുമില്ല. ഇവിടെയൊക്കെ ഈ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് സാധനങ്ങളാണുള്ളത്. നമ്മുടെ കമ്പിളിയുടെ ग्लव्स है। ग्लव्स कैसे वुलन में? हाँ वुलन में चाहिए मतलब और कुछ मटेरियल है। पैराशूट में आएगा ना।
पैराशूट में वाटर प्रूफ जो होता है। അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധനം വാങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. സേഫ്റ്റി മറ്റേ സാധനം കിട്ടണില്ല. പിന്നെ ബൈക്കിൻ്റെതാണെന്നുണ്ടെങ്കിൽ കണ്ട വളരെ തിന്നാണ്. ഇതും അത്ര വർക്കൗട്ട് ആവില്ല. പക്ഷേ ഈ സാധനം അടിപൊളിയായിരുന്നു. പക്ഷേ എന്താ ടച്ച് വർക്കാവണില്ല. അപ്പോൾ ടച്ച് വർക്കാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എടുക്കണം. പക്ഷേ ഇങ്ങനത്തെ ആണെങ്കിൽ ഭയങ്കര തിന്നാണ്. അതും അത്ര ഇതില്ല. അപ്പം ഞാൻ വിചാരിച്ചു ടച്ച് ചെയ്യണ ഭാഗം മാത്രം കൈൻ്റെ അവിടെ മാത്രം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മനസ്സിലായോ? ബാക്കിയുള്ള എല്ലാം കവറാവല്ലോ. അപ്പം പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളോടാ കളി വേണ്ട. നല്ലൊരു ഗ്ലൗസ് വാങ്ങിയിട്ട് ചൂണ്ടാൻ വരലും ഇതും കട്ട് ചെയ്തു. കാരണം ടച്ച് ചെയ്യണം, മൊബൈൽ ടച്ച് ചെയ്യണ ഭാഗം മാത്രം 2 വിരലല്ല ഉപയോഗിക്കണം. എൻ്റെ ഐഡിയ കണ്ടിട്ട് കടക്കാരനെ വരെ അന്തം വിട്ട് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. ഇവൻ എവിടുന്ന് വരണടാ? വേറെ നിവൃത്തിയില്ല. നല്ല കംഫർട്ടബിളാണ്. അടിപൊളി സാധനമാണ്. Since my hair got cut and dyed, and I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh is just as soft as yours, smiling just as wide. He could be what I like. ആ പോണ വഴിക്ക് ഒരു അടിപൊളി വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ്. കാണിച്ചു തരാം. ഇത് കണ്ട ആ ഒരു വീടിൻ്റെ ആ ഒരു ഭംഗി, അതൊക്കെ പോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാണ്ടല്ലോ കണ്ട വേറെ ലോകം. ഒരു രക്ഷയില്ല. ആ കുഞ്ഞു കുഞ്ഞു കാണുന്നൊക്കെ വീടുകളാണ്. ഒരു സൂം ഔട്ട് ചെയ്ത് കാണിച്ചാൽ മനസ്സിലാവും. കണ്ടോ? പൊളി. Since my hair got cut and dyed, and I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh is just as soft as yours, smiling just as wide. He could be what I like, and his voice is just as dark as yours. Just as light could be what I desire. Still feels like my hands are tied, hands are tied, hands are tied. 'Cause he's got those stranger eyes, stranger eyes, stranger eyes. And he could be what I like, what I like, what I like. But he's got those stranger eyes, stranger eyes, stranger eyes. Since my hair got cut and dyed, and I've had 7 days since I tried to rip a. അങ്ങനെ നമ്മൾ തായ്ക്കുണ്ട് പീക്ക് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെല്ലിങ് കറക്റ്റ്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. അപ്പം ഇതാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അത് മിലിറ്ററിൻ്റെ ഏരിയയാണ്. ഓക്കെ, വണ്ടികൾ കാറാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യണം, ബൈക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ അതുവഴി ട്രക്കിങ്ങിന് പോകണം. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം എത്ര മിനിറ്റ് പോകണം? 40 മീറ്റർ ആയിരിക്കും. പക്ഷേ അവിടുന്ന് ഈ പുള്ളി പറയണ ഈ പുള്ളി കാണിക്കാം, എല്ലാ പോയിന്റ് വന്ന് കാണിക്കാം. 400 രൂപ എന്ന് പറഞ്ഞത്. വേണ്ട ഇല്ല, നമ്മൾ 100-150 കൊടുക്കുന്നത്. ഏകദേശം 40 മിനിറ്റ് ട്രക്കിംഗ് ആണ്. അപ്പം ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത്
അറിയില്ല, പോകുമ്പോൾ അറിയാം. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ അസാമാന്യ വ്യൂ ഉള്ളത്. തണുത്തിട്ട് കണ്ടോ, ഇതിങ്ങനെ പടി ഇങ്ങനെ കയറി മേലേക്ക് എത്തണം. അടിപൊളി വ്യൂ ആട്ടോ. ഏകദേശം പകുതി പോലും ഇതുവരെ നടന്നിട്ടില്ല. തണുത്തിട്ട് നാവെല്ലാം കുഴഞ്ഞിരിക്കണം. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരക്കോട് തിരക്കായിരിക്കും. ഓണത്തിനും വിഷുവിനും പെരുന്നാളിനൊന്നും പിന്നെ നോക്കണ്ട. കണ്ടോ, വാ എന്താ രസം, ഒരു രക്ഷയില്ല. കാഴ്ചകളുടെ വസന്തം ഇവിടെ തീരുന്നില്ല. നോക്കിക്കോ, ഒരു രക്ഷയില്ല. ഒന്നാം തരം വ്യൂ ആണ്. നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ആടുകളാണിത്. കണ്ടോ, നല്ല രോമവും കാര്യങ്ങളുണ്ട്. അടിപൊളി, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നടന്ന് വ്യൂ പോയിന്റ്. നാൽപ്പത് മിനിറ്റ് എന്നാണ് പറഞ്ഞത്. എത്ര സമയം എന്തോ. അപ്പം ഞാൻ അവിടുന്ന് നടക്കുന്നത് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചേട്ടൻ കൊച്ചിനെ തോളത്തിരുത്തിയിട്ട് ഇങ്ങനെ അവിടെ മുതൽ നമ്മൾ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നടന്നിട്ട് വരെ അത്യാവശ്യം നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ആ ചേട്ടൻ ആ കൊച്ചിനെ അവിടെ മുതൽ എടുത്തുകൊണ്ട് ഉണ്ടാവും. എത്ര നേരമായെന്നറിയോ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണം. ഇതാണ് നമ്മുടെ ഉപ്പമാരുടെ സ്നേഹം എന്ന് പറഞ്ഞത്. ഏകദേശം പകുതി ആയെന്ന് തോന്നുന്നുണ്ട്. ഒരു ബ്രേക്ക് പോയിന്റ് കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കോക്ക് ഓർഡർ ചെയ്ത് അത് കുടിച്ച് റെസ്റ്റ് എടുക്കട്ടെ. കണ്ടോ, അടിപൊളി വ്യൂ ആണ്, പറയേണ്ട കാര്യമില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതാ അടിപൊളി വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട്. വേറൊരു വ്യൂ പോയിന്റ്. ഇതൊന്നും തീർന്നില്ല. തിരിച്ച് പോണ്ടാന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള വ്യൂ പോയിന്റാണ് ഇത്. കണ്ടോ, വേറെ ലെവല്. അങ്ങേ അവിടെ കാണുന്നത് മഞ്ഞ് മലകളാണ്. അത് ഞാൻ ബാക്ക് ക്യാമറയിൽ സൂം ചെയ്തിട്ട് എടുത്ത് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, വേറെ ലെവൽ സ്ഥലം. സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ട വേറെ രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതാണ്ടാ സൂം ചെയ്യുമ്പോൾ നോക്ക്, ആ ദൂരെ കാണുന്നത് വെള്ളി, നമ്മളെ മലൻ്റെ മേലെ വെള്ളി ഉരുക്കി ഒഴിച്ച മാതിരി. കണ്ടോ, അത് മഞ്ഞാണ്, മഞ്ഞ് മലയാണ് അത്. അതൊരു സിൽവർ കളറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചിലപ്പോൾ കാശ്മീരിൽ പോയാലും ഇതിനേക്കാൾ അപ്പുറമായിരിക്കും. പക്ഷെ എന്നാലും ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഇവിടെ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മൾ വീഡിയോ കണ്ടല്ലോ, ആ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ. അപ്പോഴേക്കും മെമ്മറി ഫുള്ളായി. കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും എടുക്കാനുള്ളൊരു ത്വര. കാരണം എല്ലാം അടിപൊളി പിന്നെ വ്യൂ ആയിരുന്നു. അപ്പോൾ കുറേ ഷോർട്സ് മറ്റേ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്, പിന്നെ യൂട്യൂബിന് ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്, അങ്ങനെ എടുത്തെടുത്ത് മെമ്മറി ഫുള്ളായി. പിന്നെ അത് മാത്രമല്ല, പിന്നെ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, റൂമിൽ വന്നിട്ട് കുറച്ച് മെമ്മറിയൊക്കെ സ്പേസൊക്കെ നമ്മുടെ ഫോൺ സ്പേസൊക്കെ ആക്കിയിട്ട്. കാരണം നാളെ രാവിലെ ഇറങ്ങുമ്പോൾ, നാളെ ജമ്മുവിലേക്കൊക്കെ ഇറങ്ങണത്. അപ്പം ഏകദേശം നോർമൽ വഴിയല്ല, വേറൊരു നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വേറൊരു ഇങ്ങനെയുള്ള ഫുള്ള് ഹെയർ പിന്നുള്ള, ഞങ്ങൾ ചെറുകുടൽ വൻകുടൽ വഴി എന്നാണ് പറയണത്. അത്രയും വളവും തിരിവുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ആ റൂട്ടിൽ ആരും പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല.
പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കണ്ടപ്പോൾ ഒരു വില്ലേജിലൂടെ അല്ലെങ്കിൽ വളവും തിരിവൊക്കെ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ ഇവിടെയുള്ള റൂം എൻ്റെ ചേട്ടനും ഇതേപോലെ കറങ്ങുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു ജമ്മുവിലെ കുറേ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വെള്ളം എന്തൊക്കെ വന്നിട്ട് അടച്ചിട്ടുണ്ട്, ചിലത് വൈകുന്നേരം 4 മണിക്കുള്ളിൽ അടയ്ക്കും. അപ്പോൾ നിങ്ങൾ റൂട്ടൊന്ന് എഴുതി അവർ വേറെ ആരോ വിളിച്ച് ചോദിച്ചിട്ട് കൺഫേം ചെയ്യാമെന്ന് പറയാം, എന്നിട്ട് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ രാജാവ് എല്ലാം എഴുതി കൊടുത്ത് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ റൂട്ട് മാറ്റും, ചിലപ്പോൾ റൂട്ട് ഇതന്നെ ആക്കും. പിന്നെ എന്താണെന്ന് നോക്കിയിട്ട് സംഭവം അത്യാവശ്യം ഒരു എന്താ പറയുക അഡ്വഞ്ചർ റൂട്ട് തന്നെയാണ്. ജമ്മുവിലെ ചില റൂട്ടൊക്കെ അറിയാമല്ലോ കാശ്മീരിലെ. അപ്പം നോക്കാം എന്താവും എന്നുള്ളത്. ഓക്കെ.